ഒരിക്കലും ആത്മരക്ഷാർത്ഥം ചെയ്യുന്ന ഒരു കുറ്റകൃത്യത്തിൽ നമ്മൾ വളരെ ഇന്റൻഷനൽ ആയിട്ട് ഒരാളിന് ഇപ്പോൾ മരുന്ന് ഓവർഡോസ് കൊടുക്കുക, അത് അവരുടെ പ്രവൃത്തിയെ തന്നെ അവർ റിസ്ക് ചെയ്യുകയാണ്. അവരൊരു നേഴ്സാണ്. ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന്, ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ സ്കിൽ ഉപയോഗിക്കുക, തന്റെ അറിവ് ഉപയോഗിക്കുക, അതാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ എത്രത്തോളം മരുന്നാണ് ഒരാളിന് ഫെയ്റ്റലായി മാറാവുന്നത് എന്നതിനെ പറ്റി കൃത്യമായ ബോധ്യമുള്ള ഒരാൾ അത് വലിയ കൂടിയ അളവിൽ ഒരു മനുഷ്യനെ, അതും ഈ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഒരുപക്ഷെ വഴങ്ങിയ ഒരു മനുഷ്യനെ അത് ഇഞ്ചക്ട് ചെയ്യുന്നു, മരണം ഉറപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും തരത്തിൽ അവർക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ പല കഥകൾ കേൾക്കുന്നുണ്ട്, അവരെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു, അവരുടെ പാസ്പോർട്ട് തടഞ്ഞു വെക്കുന്നുണ്ട്, ഇതൊക്കെ സത്യമാണെന്ന് തന്നെ കരുതിക്കോളും. പക്ഷെ അങ്ങനെയാണ് എങ്കിലും അവരുടെ പ്രതിരോധം എന്ന് പറയുന്നത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആ മനുഷ്യന്റെ കൊലപാതകത്തിലാണ്. അതിനുശേഷം ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ് ഇതിലേറ്റവും ഹീനമായി മാറിയിരിക്കുന്നത്. ഒരു മനുഷ്യനെ കൊന്നതിന് ശേഷം ആ മൃതശരീരത്തിനോട് യാതൊരു വിധത്തിലുള്ള മര്യാദയും കാണിക്കാതെ അതിനെ കണ്ടം തുണ്ടം മുറിച്ചതിന് ശേഷം അതിനെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരാൾ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള മലയാളി മാപ്പാണ് അത് അർഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മലയാളി ആയതുകൊണ്ട് ആ ഒരാളിനെ രക്ഷിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ മറ്റു പല ഉദാഹരണങ്ങളുണ്ട്. ഡോക്ടർ ഓമനയുണ്ട്. ഡോക്ടർ ഓമന ഇതേപോലെ തന്നെ ഇവരുടെ കാമുകന്റെ ശരീരത്തിനെ പല കഷ്ണങ്ങളാക്കി സൂട്ട് കേസിൽ വെച്ചിട്ട് പോയ ആളാണ്. തണ്ടൂർ കൊലപാതക കേസ് നമ്മുടെ നാട്ടിലുണ്ട്. ആത്മരക്ഷാർത്ഥമാണ്, അല്ലെങ്കിൽ തനിക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആലിബി പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് താൻ കൊല ചെയ്യപ്പെടുന്നത്, തന്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ തന്റെ കാമുകന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാമുകന് വിഷം കലക്കി കൊടുത്തിരുന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന വ്യക്തിയോട് നമ്മൾ ഏത് സമീപനമാണ് സ്വീകരിക്കുക? വ്യക്തിപരമായിട്ട് ഓരോ കൊലപാതകം ചെയ്യുന്ന ആൾക്കാർക്കും അവരവരുടേതായിട്ടുള്ള, ഒരുപക്ഷെ അവരവർക്ക് മാത്രം ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു ആലിബി ഉണ്ടാകും, ഒരു ന്യായമുണ്ടാകും. ഇവിടെ കൂടത്തായിലെ ജോളി അവരൊരു കുടുംബത്തിലുള്ള ആൾക്കാരെ മൊത്തം കൊല്ലുമ്പോൾ അവർക്ക് അതിന് ഒരുപക്ഷെ ഒരു ന്യായമുണ്ട്. ഞാൻ പറഞ്ഞത് ഈ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നയാൾ മലയാളിയാണ് എന്നതുകൊണ്ട് മാത്രം നമുക്ക് എങ്ങനെയാണ് ഈ വാദങ്ങളൊക്കെ പറയാൻ കഴിയുക? ഇതിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ശ്രദ്ധിച്ച ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. അതായത് ഇത് പൗരൻ അയാള് യമനി ആണ് എന്നതുകൊണ്ടും ആ യമനി പൗരന് യമൻ എന്ന രാജ്യത്ത് നിന്ന് അവരുടെ നിയമം അനുസരിച്ച് കൂടുതലായിട്ട് ഫേവറബിൾ ആയിട്ടുള്ള ഒരു നടപടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്, ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു ഇന്ത്യൻ സിറ്റിസനെ എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ വാദം ഉന്നയിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, ഈ നിമിഷപ്രിയയുടെ സഹായിയായി നിന്ന ഹനാൻ എന്ന വിളിപ്പേരുള്ള വ്യക്തി, മറ്റൊരു നേഴ്സ്, ഈ മൃതദേഹത്തിനെ കണ്ടം തൂട്ടം വെട്ടാൻ സഹായിച്ചയാൾ ഒരു യമനി സിറ്റിസൺ ആണ്. ആ യമനി സിറ്റിസണും അവിടെ ജീവപര്യന്തം ശിക്ഷ കിട്ടി. എന്തുകൊണ്ടാണ് അത് ജീവപര്യന്തമായത് എന്ന് വെച്ചാൽ അവർക്ക് ഇയാളെ കൊല്ലാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ആ സ്റ്റേറ്റ്ലെസ് ആയ രാജ്യമാണെന്നോ ലോലെസ് ആയ രാജ്യമാണെന്നോ ഒക്കെ ഒരു പക്ഷേ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും ആ കോടതിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ന്യായമാണ്. അപ്പൊ മനുഷ്യരെ രക്ഷിക്കാനുള്ള ദൗത്യമുള്ള ഒരു വ്യക്തി, അറിഞ്ഞുകൊണ്ട് മരുന്ന് ഓവർഡോസ് ഉപയോഗിച്ച ഒരു വ്യക്തി, ആ ബോഡി ഡിസ്മെമ്പർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി, അത് ആൾക്കാർക്ക് വെള്ളം കുടിക്കേണ്ടുന്ന വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു വ്യക്തി, എന്നിട്ട് അവിടെ നിന്ന് കടന്നു പോകുക എന്ന് പറയുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി മലയാളിയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും അവരുടെ കൂടെ നിൽക്കണമെന്നോ ആ രീതിയിലത്തേക്കുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കണമെന്നോ ഒന്നും നമുക്ക് കരുതാൻ കഴിയില്ല. നീതിബോധം എന്ന് പറയുന്നത് സാർവത്രികമാണ്. അത് തെറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരേപോലെ അവകാശമുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇവിടെ എൻറിക്ക അലക്സി എന്ന് പറയുന്ന ഒരു കപ്പലിന്റെ കേസ് ഉണ്ടായിരുന്നു. ഇറ്റാലിയൻ നാവികർ അവരുടെ കപ്പലിനടുത്തേക്ക് വരുന്ന ആൾക്കാർ ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരുന്ന ആൾക്കാർ ഒരുപക്ഷെ പൈററ്റ്സ് ആണ് എന്നുള്ള ധാരണയിൽ ആ കപ്പലിനെ സംരക്ഷിക്കാനായിട്ട് നിയമപ്രകാരം ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ള 2 ഉദ്യോഗസ്ഥന്മാർ, അതിലുണ്ടായിരുന്ന 2 പാവപ്പെട്ട മലയാളികളെ വാർണിംഗ്സ് കൊടുത്തതിന് ശേഷം അവർ വെടിവെച്ച് കൊന്നു. അതിന്റെ പേരിൽ നമ്മൾ അവരെ ഇവിടെ പിടിച്ചു, അറസ്റ്റ് ചെയ്ത് ഇവിടെ തടങ്കലിൽ പാർപ്പിച്ചു. ഇന്ത്യയിലെ നീതി നിർവഹണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടും അന്താരാഷ്ട്ര കോർട്ടിലും പോയതിനു ശേഷവും നിയമം അനുകൂലമായിട്ട് വന്നത് അവർക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ ആ നിയമം അവരെന്താണോ ചെയ്യാനായിട്ട് ഡ്യൂട്ടി ബൗണ്ട് ആയിരുന്നത് അത് അവർ നടപ്പാക്കി. അതിന്റെ പേരിൽ അവരെ വിടണം എന്ന് പറഞ്ഞു. അങ്ങനെ നിയമപ്രകാരമാണെങ്കിൽ പോലും അവരെ വിട്ടതിന് ശേഷവും നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് എന്താണ്? ഇവിടുന്ന് വിടാൻ പാടില്ലായിരുന്നു, വിട്ടിരിക്കുന്നത് കള്ളക്കളിയാണ്, അത് കൂട്ടുകച്ചവടമാണ്, അവരെ നമ്മുടെ നിയമത്തിനനുസരിച്ചിട്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണമായിരുന്നു എന്ന രീതിയിലത്തേക്കാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ചിന്തയും മറ്റൊരു രാജ്യത്താണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ചിന്തയും എന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണ്? ആസൂത്രിത കൊലപാതകമല്ല എങ്കിൽ എങ്ങനെയാണ് മരുന്നിന്റെ ഓവർഡോസ് ഉണ്ടാവുകയും ഈ ബോഡി ഡിസ്മെമ്പർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായിയും കൂടെ കൂട്ടുക എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നമ്മൾ ആർക്കു വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്? വാട്ടർ ടാങ്കിൽ ഇത് ഒളിപ്പിക്കുകയാണെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ചിന്തയുണ്ടോ? അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന ആളിന് സെൽഫ് ഡിഫൻസ് ഉണ്ടോ? നിങ്ങൾക്ക് എപ്പോഴാണ് സെൽഫ് ഡിഫൻസ് ഉള്ളത്? നിങ്ങൾ ഒരാളിനെ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് നിങ്ങൾ ആലോചിക്കും.